ഈ സമരം അവസാനിപ്പിക്കാൻ ഒരു ഫോർമുലയെങ്കിലും ഒന്ന് മുന്നോട്ട് വെക്കൂ എന്ന് കരഞ്ഞു പറഞ്ഞ ആശാ വർക്കർമാരുടെ നേരേക്ക് ഇതെന്താ ലേലം വിളിയാണോ? ഇന്നലെ വീണ ജോർജിൻ്റെ കളിയാക്കലായിരുന്നു. ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു, ചർച്ച പരാജയപ്പെട്ടത് മാത്രമല്ല ആശാ വർക്കേഴ്സിനെ നാണം കെടുത്തി കളിയാക്കിയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. വീണ ജോർജ് മന്ത്രി പദവിയിൽ ഇരിക്കുന്നതിന് മുമ്പ് എന്താ ജോലി എന്നുള്ളത് രഞ്ജിനിക്ക് അറിയാമായിരുന്നല്ലോ, അല്ലേ? അതെ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഏത് തരത്തിലായിരുന്നു സംസാരിച്ചത്? ഇപ്പോഴും ആ സ്ഥാനത്തായിരുന്നു ഇരിക്കുന്നതെങ്കിൽ ഈ വിഷയം ആ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു വീണ ജോർജ്? വീണ ജോർജ് MLA ആയതും മന്ത്രിയായതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഏത് തരത്തിലാണ്. അതവിടെ സഭയുടെ ആളായിട്ടാണ് കയറി വന്നത്. സഭയും AKG സെൻറ്ററും തമ്മിൽ ഏത് തരത്തിലുള്ള നീക്കുപോക്ക് നടത്തി എന്നുള്ളതും വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. 2016 അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സഭ ഏത് തരത്തിൽ അധ്വാനം നടത്തിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തി വിജയിപ്പിച്ചു. രണ്ടാമത്തെ തവണ മന്ത്രിയാക്കി. ഈ ഒരു എഗ്രിമെൻ്റൊക്കെ പണ്ടേ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അവരുടെ എഗ്രിമെൻറ്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്തായാലും ഈ 2026 ഇറങ്ങിക്കഴിഞ്ഞാലും വീണ ജോർജ് പാർട്ടിയുടെ പിൻബലത്തോടുകൂടി ഇപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവും ഒക്കെ അല്ലേ, അതിനെ ചൊല്ലിയാണല്ലോ കോന്നി അല്ലെ പത്മകുമാർ രംഗത്ത് വന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ ജോർജിന് ഈ ക്ഷണിതാവെന്നുള്ള സ്ഥാനം കൊടുത്തത്? ആ പാർട്ടിയിലുള്ള മഹത്വവും എന്ത് പ്രവൃത്തി പരിചയവുമാണ് ഉള്ളതെന്നാണ് പത്മകുമാർ ചോദിച്ചത്. ശരിയായ കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ വീണ ജോർജിനെ കാണുന്നത് പല സന്ദർഭങ്ങളിലും വളരെ സെൻസിറ്റീവായിട്ട് ഇമോഷണലി കരഞ്ഞ് നിലവിളിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സെൻസിറ്റീവ് കാര്യങ്ങൾ, ഒരു മരണം അങ്ങനെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ വീണ ജോർജിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വീഴുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ആശാ വർക്കേഴ്സ് നമ്മളെല്ലാ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അവരുടെ ആ കണ്ണുനീര് വീണ ജോർജ് കണ്ടെന്ന് മാത്രമല്ല കളിയാക്കിയാണ് വിട്ടത്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ? 38 ദിവസം കഴിഞ്ഞു അവരുടെ ഈ ഒരു സമരം തുടങ്ങിയിട്ട്. ഇന്നലെ NHRM ഡയറക്ടറുമായിട്ടുള്ള സമരം അവർ ചർച്ച നടത്തി, ചർച്ച പരാജയപ്പെട്ടു. പിന്നീടാണ് നിയമസഭാ മന്ദിരത്തിൽ വീണ ജോർജുമായിട്ടുള്ള സംസാരം നടന്നത്. ആശാ വർക്കേഴ്സ് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സംസാരിച്ചത്. അതിന് പറഞ്ഞത് നിങ്ങളുടെ ഇത് ഗൺ പോയിന്റിൽ, സർക്കാരിനെ ഗൺ പോയിന്റിൽ നിർത്തിയുള്ള നിങ്ങളുടെ സമരം അവസാനിപ്പിക്കുക. ഭീഷണിയും കളിയാക്കലും അല്ലാതെ ഇന്നലെ ആ ഒരു ചർച്ചയിൽ നടന്നില്ല. പക്ഷേ തിരിച്ച് മാധ്യമങ്ങളോട് വന്നു പറഞ്ഞാൽ വളരെ അനുഭാവപൂർവമായിട്ടുള്ള നല്ലൊരു ചർച്ചയാണ് നടത്തിയത് എന്ന് പറഞ്ഞാണ് വീണ ജോർജ് ഒഴിവായത്. പക്ഷെ പിന്നീട് ഇതിൽ ആ ചർച്ചയിൽ പങ്കെടുത്ത ആശാ വർക്കേഴ്സ് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ കണ്ണുനീരാണ്. നമ്മൾ കരയുക എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് നിലകെട്ട ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസ് ആണ് കണ്ണുനീരെന്ന് പറയുന്നത്. ആ കണ്ണുനീരിൽ ഇവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഈ വലിയ വൈകാരികാംശം എന്തുകൊണ്ട് ഇവരോടെ കാണിക്കുന്നില്ല? 38 ദിവസമായിട്ട് 26,000 സ്ത്രീകളെയാണ് ഈ തെരുവിൽ വലിച്ച് ഇഴയ്ക്കുന്നത്. ഇവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ സ്ത്രീ ശാക്തീകരണത്തിനും എന്നൊക്കെ പറഞ്ഞ് കൂട്ടുനിൽക്കുന്നത് ഇടതുപക്ഷം? പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ സംരക്ഷകരായിട്ട് ഇടതുപക്ഷമാണ് ഉള്ളത് എന്ന് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 2016 മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുതൽ സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള ക്രൂരത, ഇപ്പം ശബരിമല യുവതീ പ്രവേശ വിഷയം മുതൽ അങ്ങോട്ട് എടുത്ത് നോക്കുക. സ്ത്രീകൾക്ക് പ്രവേശമില്ലാത്ത, സ്ത്രീകൾക്കെന്നല്ല യുവതികൾക്ക് പ്രവേശമില്ലാത്ത ഒരു ആരാധനാലയത്തിലേക്ക് സ്ത്രീകളെ പാത്തും പതുങ്ങിയും കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കുക, അങ്ങനെ അവിടുത്തെ ചില ആചാരം ദുഷിപ്പിക്കുക, ഇതൊക്കെയല്ലേ ചെയ്തത്. എന്നിട്ട് അതിന് പിൻബലമായിട്ട് ഇവിടുത്തെ ചില സാമുദായിക നേതാക്കളുടെ പിൻബലത്തോടുകൂടി വനിതാ മതിൽ കെട്ടുന്നു. എന്ത് വനിതാ മതിൽ? ഈ 26,000 സ്ത്രീകളെ തെരുവിലിഴച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ സർക്കാരിന് വനിതാ മതിൽ നടത്തി എന്ന് ചരിത്രത്തിൽ ഏതെങ്കിലും ചരിത്രകാരന്മാർ എഴുതിയാൽ അവരുടെ കൈ വെട്ടി നുറുക്കി അവരുടെ പിന്നെ ഒന്നും എഴുതാൻ വയ്യാത്ത അവസ്ഥയിൽ മാറ്റണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വനിതാ മതിൽ എന്നൊക്കെയുള്ളത് ചരിത്രത്തിൽ വരുമെന്നുള്ളതാണ്. ചിന്താ പബ്ലിക്കേഷൻസ് ഇറക്കുന്ന പ്രസിദ്ധീകരണത്തിൽ അത് വരികയും ചെയ്യും. അത് ഉണ്ടാകാൻ പാടില്ല. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, സ്ത്രീകളുടെ നേരെ കൈവയ്ക്കുന്നതിനെ കയ്യാമം വെച്ച് തെരുവിലൂടെ കൊണ്ടു നടത്തിക്കും എന്ന് പറഞ്ഞതാണ് VS.
VS പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ VSന് ചെയ്യാൻ കഴിയാതായി പോയി എന്നുള്ളതാണ്. പിന്നീട് പല കാര്യങ്ങളും ഇന്നത് സംഭവിക്കും എന്ന് VS മുൻകൂട്ടി പലതും പറഞ്ഞു. തീവ്രവാദ പ്രസ്ഥാനം, ഈ SDPI ഒക്കെ വളർച്ച, ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് VS പറഞ്ഞ കാര്യമാണ്. VS അച്യുതാനന്ദൻ ആയിരുന്നു ഈ മുഖ്യമന്ത്രി, ഈ സമരം നടക്കത്തില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെമ്പിളെ ഒരുമി നടക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ ഓടി അവിടെ ചെന്ന് മൂന്നാറിൽ ചെന്ന് അവരോടൊപ്പം വരുന്നു. എവിടെ യാത്ര പോയിരുന്നു ഉമ്മൻചാണ്ടി തിരിച്ച് വേഗമെത്തി. VS ആണ് അവിടെ പോയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കൊടും മഞ്ഞിലിരിക്കുകയാണ്. പ്രശ്നം 24 മണിക്കൂറിനകം പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവര് 38 ദിവസമായി ഇതെന്താണ് വീണ ജോർജിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കും. അവരുടെ വീട്ടിലെ തേങ്ങ വെട്ടിയ പൈസയാണോ ഇവരവിടെ ചോദിക്കുന്നത്? ഇത് അവരുടെ ഭർത്താവ് സഭ മുഴുവൻ എടുത്ത് വെച്ച് ഭരിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ഭരണം ഒന്നും ഇവരോടെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നുള്ളതാണ്. നമ്മുടെ നികുതിപ്പണമല്ലേ എടുത്ത്. അത് കേന്ദ്രം എന്താ പറയുന്നുണ്ടല്ലോ, ആനുകൂല്യം കൂട്ടുമെന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് സുരേഷ് ഗോപി വേണ്ട തരത്തിൽ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറയാം. പക്ഷെ ഈ സമരം ഇപ്പോഴും പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് നയിക്കുന്ന UDF-ന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട രീതിയിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ അവസരത്തിൽ BJPക്ക് ഈ സമരം കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട്, കാരണം കേന്ദ്രത്തിന്റെ ഇതൊരു ഒരു പങ്കുണ്ട്, ഒരു റോൾ ഇതിനകത്തുള്ളതുകൊണ്ട് BJPക്ക് കുറച്ചുകൂടി ഇതിനകത്ത് ഇടപെടാൻ സാധിക്കും. കാരണം കേന്ദ്ര സർക്കാർ ഇത്ര ശതമാനം കൊടുക്കണം, ബാക്കി കേരള സർക്കാരാണ് കൊടുക്കേണ്ടത്. കേരളം പറയുന്ന കേന്ദ്ര സർക്കാരും കൂടെ അതും കൂടെ ചേർത്ത് കേന്ദ്രം കൊടുക്കണമെന്നുള്ളതാണ്. ഓണറേറിയം കേന്ദ്രവും കൂടെ വർദ്ധിപ്പിക്കണം എന്നുള്ള രീതിയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആശാ വർക്കേഴ്സ് കേന്ദ്രത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, കേരളത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആശാ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കേണ്ടെന്ന് ഉത്തരവാദിത്തം ഇപ്പം 60:40 എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശതമാനം കൊടുക്കേണ്ട കേരള സർക്കാർ തന്നെ. കേരളത്തിലെ തൊഴിലാളികൾക്ക് കേരള സർക്കാരാണ് കൊടുക്കുന്നത്. പക്ഷെ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണയുണ്ട്. ഈ ആശാ വർക്കേഴ്സ് എന്ന ആ ഒരു കാറ്റഗറി, ആ ഒരു ഗ്രൂപ്പ് തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഓരോ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ മെച്ചമുണ്ടാകാനും പുരോഗതി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ആശാ വർക്കേഴ്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കോവിഡ് സമയം മുതലുള്ള കോവിഡ് സമയത്തും അല്ലാതെയും ഒക്കെ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ രാവും പകലും ഇല്ലാതാണ്. സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് 8 മണിക്കൂറാണ് അവരുടെ പ്രവൃത്തി എന്നുണ്ടെങ്കിൽ, അവരുടെ ജോലി എന്നുണ്ടെങ്കിൽ, ആശാ വർക്കേഴ്സ് രാപ്പകലില്ലാതാണ് അവർ കഷ്ടപ്പെടുന്നത്. പല ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിൽ, പകർച്ചവ്യാധികളാവട്ടെ, നമ്മളുടെ പ്രകൃതി ക്ഷോഭങ്ങളാവട്ടെ, അങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങളിൽ ആശാ വർക്കേഴ്സ് ഓരോ വീടുകളിലും, എനിക്കറിയാവുന്ന നാട്ടിൻപുറത്തുള്ള ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ഒരു ശിശു മരണം പോലും ഇല്ലാതിരിക്കുന്നതിന് പ്രധാന പങ്ക് ആശാ വർക്കേഴ്സിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾക്ക് ചിലപ്പോൾ അരോചകമായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ നമുക്ക് അരോചകം, കാരണം നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴായിരിക്കും ഓരോ ആശാ വർക്കർ കയറി വരുന്നത്. പക്ഷെ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് പരിപാലിച്ചാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും അധികം ആരോഗ്യ മേഖലയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് സർക്കാർ പറയുന്ന സർക്കാർ. അപ്പോൾ ആ ആരോഗ്യ പ്രവർത്തകർക്കാണ് കൂടുതൽ വേതനം നൽകേണ്ടത്. ഇന്നൊരു പിയൂൺ മുതൽ LD ക്ലർക്ക് മുതലുള്ള ജോലി തസ്തികയിൽ 18,000 മുതൽ അങ്ങോട്ട് 25,000 35,000 രൂപ വരെ സാലറി വേതനം വാങ്ങിക്കുന്ന ജീവനക്കാരുണ്ട്. പക്ഷേ വെറും 7,000 രൂപ വാങ്ങിക്കുന്ന രാപ്പകൽ ജോലി ചെയ്യുന്ന ഇവർക്ക് മാത്രം വേതനമില്ല. മറ്റുള്ള അന്യ സംസ്ഥാന സർക്കാരുകൾ ആശാ വർക്കേഴ്സിന് കൊടുത്തിരിക്കുന്ന വേതനം കൂട്ടിക്കൊടുത്തിരിക്കുന്നത് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് തെളിവ് സഹിതം ഈ ഇന്നലത്തെ ചർച്ചയിൽ എടുത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ട് അതൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും വീണ ജോർജ് തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ 2005-ലോ 2006-ലോ UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ ഇത് വരുന്നത്, ഈ ആശാ വർക്കേഴ്സ് നിയമനം ഉണ്ടാകുന്നത്, ആ പദ്ധതി തന്നെ വരുന്നത്. അതിനുശേഷം 2014-ലല്ലേ ഉള്ളൂ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനിടയ്ക്ക് ഇത്രയും സമയം ഉണ്ടായിരുന്നല്ലോ. അതിനിടയ്ക്ക് ഇതിനെക്കുറിച്ച് അവർ പറയുന്നത് അന്ന് തുടങ്ങിയതിന് ശേഷം ഇതിനകത്ത് യാതൊരു വർധനവും ഉണ്ടാക്കിയിട്ടില്ല. അതിനിടയ്ക്ക് പോലും അന്നും ആശാ വർക്കർമാർ ഇതിനു വേണ്ടി ചെറു സമരങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതൊക്കെ പ്രാദേശികമായിട്ട് ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് ഇവർ ചർച്ചകളിലൊക്കെ. പക്ഷെ ഇവർ ഇത്രയും പേര് സെക്രട്ടേറിയറ്റിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അതും സ്ത്രീകൾ വന്നു കഴിഞ്ഞപ്പോൾ
അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അതിലാണ് ഈ ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാരൊക്കെ തന്നെ ഇവർക്കെതിരെ പലതും പറഞ്ഞു നടക്കുന്നത്. ഇതിൻ്റെ സമരസമിതിയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന മിനിയെ പറ്റി എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ബസ് സ്റ്റാൻഡിൽ പാട്ടപ്പിരിവ് നടത്തുന്ന SUCI-യുടെ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അല്ലേ. ഇനിയിപ്പോൾ കുറെ കഴിയുമ്പോൾ നോക്കിക്കോ, ഈ സ്ത്രീകളെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളതാണ്. കാരണം ഇത് സർക്കാരിന് വലിയ പ്രശ്നം നേരിടേണ്ടി വരും. അതിനോടൊപ്പം തന്നെ അംഗൻവാടി അധ്യാപികമാരും ഇവരോടൊപ്പം സമരരംഗത്തുണ്ടെന്നുള്ളതാണ്. ഇത് ഭരണസിരാ കേന്ദ്രത്തിനെ കൂടുതൽ വിറപ്പിക്കുകയും ചെയ്യും. ഒരു ഭരണത്തിന് തന്നെ തകർച്ച ഉണ്ടാക്കാവുന്ന സമരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.